ഇത് 2ULൻ്റെ ഫ്ലെക്സ് നീഡിലാണ് കേട്ടോ പുതിയതായിട്ട് വന്ന. നീഡിലെന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലിപ്പ് മാതിരിയുള്ള സാധനമാണ്. നീഡിലെന്ന് പറയുമ്പോൾ ആദ്യം വന്നുകൊണ്ടിരുന്ന ഒരു ഹാൻഡിൽ മാത്രമായിരുന്നല്ലോ പഞ്ചിങ് വരുന്നത്. പക്ഷെ അത് അതിൻ്റെ ഒരു പുതിയ മോഡലാക്കിയിട്ട് ഇറക്കിയതാണ്. ട്യൂബ് നമ്മളെ കൈയിൻ്റെ മുകളിൽ പിടിച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും സൈഡ് ഭാഗത്ത്. മറ്റേത് ഈ വർക്ക് എടുക്കുന്ന ഇടയിൽ കൂടെ മോൾ ഭാഗത്ത് അമർത്താന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഹാൻഡിലായിട്ട് പിടിച്ചുകൊണ്ട് തന്നെ. ഇപ്പോൾ ഏകദേശം ഒരു പാക്കറ്റിനുള്ളിൽ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത് 2 എണ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് സിംഗിളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ റേറ്റ് കൺവേർട്ട് ചെയ്താൽ മതിയല്ലോ. എല്ലാവർക്കും ഒന്നിൻ്റെ ആവശ്യമല്ലേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് മാത്രമേ ഇതിൽ യൂസ് ചെയ്താൽ മതിയുള്ളൂ. മറ്റേ പിന്നെ നോർമൽ ഏതെങ്കിലും നീഡിലോ അല്ലെങ്കിൽ സാധാരണ യൂസ് ചെയ്യണത് തന്നെ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പീസായിട്ട് അവൈലബിൾ ആട്ടോ. റേറ്റ് പറയാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കമൻസ് ഇങ്ങനെ ഇടുന്നുണ്ട്. റേറ്റ് പറയാൻ പറഞ്ഞാൽ അതിപ്പോൾ ഓരോ സമയത്തും ഓരോ റേറ്റ് ആയിരിക്കും. ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞതാണ്. ചിലപ്പോൾ ഈ വീഡിയോ 1 കൊല്ലോ 2 കൊല്ലോ യൂട്യൂബിൽ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന റേറ്റ് ആയിരിക്കുമല്ലോ ഇപ്പോഴും ഉണ്ടാവുക. അതേമാതിരി തന്നെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ റേറ്റിലും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ തന്നെ ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ഇട്ട ചില വീഡിയോസിൻ്റെ സാധനങ്ങളൊക്കെ 300-300 വന്നിരുന്ന സാധനമുണ്ട്. ഇപ്പോൾ 200-500 സെയിൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം എല്ലാത്തിനും വന്നുകൊണ്ടേയിരിക്കും. ആ സെറിഞ്ചിൻ്റെ ടൈപ്പ് ഏത് ഫ്ലെക്സ് വേണമെങ്കിലും അതിലിടട്ടോ. അതിൻ്റെ സൈസ് കറക്റ്റായിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. കറക്റ്റായിട്ട് അങ്ങനെ ലൂസാവുന്നതില്ല, കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഇടുന്ന സമയത്ത് ഞാനൊന്ന് പുതിയ വന്ന വേറെ ഫ്ലെക്സും ഉണ്ടായിരുന്നു ഉപയോഗിക്കാത്ത, അതും ഇട്ട് നോക്കി ഇതും ഇട്ട് നോക്കി. ആ സൈസ് എല്ലാം സെയിം തന്നെ. പിന്നെ അത് ആ തിരിക്കുന്നതനുസരിച്ചിട്ട് അത് മുകളിലൊക്കെ പൊന്തി പൊന്തി വരും. തിരിക്കുന്നതനുസരിച്ച് ആ വീതി കൂടി കൂടി വരും അതിൻ്റെ ഹാൻഡിലിൻ്റെ. അത് ഉള്ളിലെ പ്ലാസ്റ്റിക്കിൻ്റെ സൈഡിലേക്ക് സ്ക്രൂ പോകുന്നവരെ മാക്സിമം തിരിക്കുക. പിന്നെ ഓവർ തിരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇതാവില്ലല്ലോ. ഇത് ശരിക്കും ആ സെറിഞ്ചിൻ്റെ അത് ഇടാത്തതിനെ കൊണ്ടായിരിക്കും വിചാരിക്കുന്നു. മറ്റേത് ഒരു ഡ്രോപ്പായിട്ട് വരുന്നെന്നാണ് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം. ആ ബ്ലൂ കളർ വരുന്നു. സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നവർ. ഇതിപ്പോൾ ഇവരിറക്കിയതിൻ്റെ ശേഷം റിലൈഫ് ഇറക്കി വേറെ മോഡൽ മാർക്കറ്റിൽ വന്നു കൊടുക്കുന്നേ ഉള്ളൂ. ആദ്യം ഇവരാണ് കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. ഇത് പുതിയ വന്ന ഫ്ലെക്സ് ആട്ടോ. അത്യാവശ്യം സാധാരണക്കാട്ടി നല്ല റേറ്റ് ഉണ്ട്. എന്താണെന്നറിയില്ല, അത്രയ്ക്കും എന്താ ക്വാളിറ്റി ഉണ്ട്, അതിനെ കൊണ്ടായിരിക്കും ഫ്ലെക്സിന് അത്ര റേറ്റ് വരുന്നത്. രണ്ട് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വീഡിയോ ആയിരുന്നു. പക്ഷെ അതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് 42 സെക്കൻഡായി. ആ തിരിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടേ. ഒന്ന് കംപ്ലൈൻ്റ് ആവാനൊന്നും ഒരു വയ്യുമില്ല കേട്ടോ. എന്ത് കംപ്ലൈൻ്റ് ആവാനാ? ആകെ 2 സ്ക്രൂ ചെറിയൊരു തിരിക്കുന്ന സാധനമാണ്. പിന്നെ പൊട്ടിപ്പോണ്ടില്ല. പ്ലാസ്റ്റിക് കണ്ടിട്ട് അങ്ങനെ ഒന്നും പൊട്ടും തോന്നുന്നില്ല. ഇങ്ങനെ സ്ക്രൂ തിരിക്കുന്നതനുസരിച്ചിട്ട് പൊന്തി പൊന്തി വരും.
ഇതിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ വന്നിക്കണം. ഇവരെ പുതിയ 2Uulൻ്റെ ഓരോ ദിവസമായിട്ട് വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ ഇവരെ ലൈറ്റ് ഉണ്ട്, പിന്നെ മൈക്രോസ്കോപ്പിൻ്റെ ഉണ്ട്, ഹാൻഡിൽ മാത്രം വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലേഡിൻ്റെ. Tatanya.